പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാകും. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. ഇത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഇതിന്റെ പ്രായോഗികമായ അർത്ഥം എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമേ ഇത് ഫലം ചെയ്യണം. ചുമ്മാ ജപിച്ചിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വൻ പരിവർത്തനങ്ങൾ അത് സൃഷ്ടിക്കും. ജീവിതം ഒരു ഉത്തരം കിട്ടാത്ത കടങ്കഥയായിട്ട് പോകുന്നത് മാറിയിട്ട് ജീവിതത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഓരോ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ആ ക്ലാരിറ്റി ഉണ്ടാവുകയും ശുദ്ധബോധം തെളിഞ്ഞു വരികയും അതിലൂടെ ജീവിതം അനായാസേന മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറും. എന്താണ് ദുഃഖ ദുരിതങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ബോധ നിലവാരത്തിന്റെ കുറവ് തന്നെയാണ്, വേറൊന്നുമല്ല. എന്താ ബോധ നിലവാരത്തിന്റെ കുറവ് എന്ന് പറയുമ്പോൾ? മോന്റെ പേരെന്താ? മോനെ ആ മൂലക്കിരിക്കുന്ന മോന്റെ പേരെന്താ? മോന്റെ പേരെന്താ? സുജിത്ത് നല്ല മധുരമുള്ള മുട്ടായി കഴിച്ചിട്ടുണ്ടോ? സൂരജ് ഉണ്ടോ? കോലുമുട്ടായി അല്ലെ? ഈ കോലുമുട്ടായി ശകലം കഴിച്ചിട്ട് മണ്ണിലേക്ക് ഇട്ടാൽ ഉറുമ്പുകൾ തൊട്ട് നോക്കൂല. കാര്യം എന്താ? ഉറുമ്പിനറിയാം അതിനകത്ത് കെമിക്കൽ ഉണ്ടെന്ന്. 1 കിലോ മുന്തിരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഈച്ച വരൂല. ഈച്ചക്കറിയാം അതിൽ കെമിക്കൽ ഉണ്ട്, അത് കഴിച്ചാൽ വിഷമാണ്. അമോണിയിട്ട ഐസുമായി വരുന്ന മീൻകാരന്റെ പുറകിന് പൂച്ച വരുന്നില്ല. പൂച്ചക്കറിയാം അതിനകത്ത് അമോണിയ ഉണ്ടെന്ന്. ചോദ്യം ഇതാണ്, നമുക്കറിയോ കടയിൽ നല്ല വായിൽ വെള്ളമൂറുന്ന പഴംപൊരി വെച്ചിരിക്കുമ്പോ അതിനകത്ത് സാധാരണ മറ്റേ കെമിക്കൽ ചേർത്ത പെയിന്റ് ഇല്ലേ, മഞ്ഞ പെയിന്റ്, ഇത് ചേർത്തിട്ടുണ്ടെന്ന് നമുക്കറിയോ? നമുക്കറിയൂല. ഉറുമ്പിനും പട്ടിക്കും പൂച്ചയ്ക്കും ഇതിനൊക്കെ അത് ഏതെങ്കിലും മൃഗങ്ങള് ഇതറിയാതെ വിഷം കഴിച്ച് റോഡിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല. ആശുപത്രി ക്യാൻസർ സെന്ററിൽ പോകുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇതൊന്നും ഒരു ലാബിലും പോയി ടെസ്റ്റ് ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നില്ല. ശുദ്ധബോധമായ ശിവതത്വം ഉണരുന്ന ആളുകളിൽ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നതാണ് ഉപാസനകള്. ഇത്തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ആചാരാനുഷ്ഠാനം ഋഷീശ്വരന്മാർ കണ്ടുവച്ചിട്ടുണ്ട്. ഇതൊരിക്കലും സങ്കല്പത്തിലൂടെ കാണാതെ പഠിച്ച് കുറെ പുസ്തകങ്ങൾ വായിച്ച് അറിഞ്ഞ് അറിവാക്കി വെച്ചാൽ അത് മരിച്ചതാണ്, അത് ഒരു പ്രയോജനം ചെയ്യൂല. അങ്ങനെയല്ല, ഇത് ആചരിച്ച് അനുഭവിച്ച് പഠിക്കാനുള്ളതാണ്. യുക്തിവാദി ആയിക്കോട്ടെ, അതാ നല്ലത്. വിശ്വാസിയേക്കാൾ ഭേദം പലപ്പോഴും യുക്തിവാദിയാണ്. ആചരിച്ചു നോക്കണം. കുറെ നാള് തുടർച്ചയായി ആചരിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഈശ്വരനിൽ, ലളിതാ പരമേശ്വരനിലൂടെ പരമേശ്വരനിൽ വിലയം പ്രാപിക്കും. അവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആചരിച്ച് അറിയണമെന്ന് പറയുന്നത്. ഇന്ന് എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ശുദ്ധബോധത്തെ തിരിച്ചറിയാനും അതിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് മുന്നേറാനും വേണ്ടിയിട്ട് ഒരു പാത വെട്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനും അത് പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിച്ചെടുക്കാനുമുള്ള കഴിവുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറിന്റെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ കഴിയും. ശരിയല്ലേ? നിങ്ങൾക്ക് പണം കിട്ടും. പണം കിട്ടിയ പ്രശ്നങ്ങൾ മാറും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ ഇത് അറിയാൻ പറ്റാതെ പോന്നേ? അയാൾ എന്താണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ പോകുന്നത് എന്താണ്? നമുക്ക് നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് തുറന്നിരിക്കുന്നു. പുറം ലോക സത്യമെന്ന് വിചാരിക്കുന്നു.
നമുക്ക് നമ്മളുടെ മനസ്സിനെ കുറിച്ച് അറിഞ്ഞാൽ മറ്റൊരാളുടെ മനസ്സിനെ അറിയാം. നമുക്ക് നമ്മളെ കുറിച്ച് അറിഞ്ഞാൽ പ്രപഞ്ചത്തെ അറിയാം. മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള താദാത്മ്യമാണ് ശ്രീയന്ത്രം അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. പൂജയിലേക്ക് കടക്കണം. ഈ പൂജ നമ്മൾ എല്ലാവരും കൂടാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടാണ് ചെയ്യുന്നത്. എന്താണ് പൂജകളുടെ, അമ്പലങ്ങളുടെ പ്രസക്തി? നമ്മളുടെ ബോധം ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യലോകത്ത് ചുറ്റിക്കറങ്ങുന്ന ആ ബോധത്തെ ആന്തരികമായി ഉള്ളിലേക്ക് എടുത്ത് ആന്തരികമായ യോഗം സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് നമ്മുടെ ബോധത്തെ നിയന്ത്രിച്ച് വല്ലയിടത്തൊക്കെ കൊണ്ടുപോയി നമ്മളെ നരകങ്ങൾ അനുഭവിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി പറഞ്ഞത്, യോഗ ചിത്തവൃത്തി നിരോധനം. മനസ്സിനെ നിരോധിച്ചാൽ അവിടെ യോഗം സംഭവിക്കുമെന്ന്. ഈ മനസ്സിനെ നിരോധിക്കാനുള്ള മാർഗങ്ങളാണിതെല്ലാം. പാശ്ചാത്യ സൈക്കോളജി പറയുന്നു മനുഷ്യ മനസ്സുകൾക്ക് അസുഖം ബാധിക്കാം. പക്ഷേ ഭാരതീയ ചിന്താധാരകൾ, ഋഷീശ്വരന്മാർ അതിനു മടിയിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ കാരണമായ ബോധത്തിനെ അറിഞ്ഞിട്ട് അവർ പറഞ്ഞു മനുഷ്യനെ ബാധിക്കുന്ന രോഗമാണ് മനസ്സ്. മനസ്സിന് സൃഷ്ടിക്കപ്പെടുന്നത് അയാഥാർത്ഥ്യമായ ഭൂതഭാവികളിലൂടെയാണ്. മനസ്സെന്ന ചിന്തകളാണ്. ഈ ചിന്തകൾ സാങ്കല്പികങ്ങളാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഭൂതകാലം നമുക്കറിയില്ല, ഭാവി കാലവും നമുക്കിപ്പോ അനുഭവിക്കാൻ കഴിയില്ല. വർത്തമാനകാലം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ശരിയല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൂജക്കായിട്ട് ഇങ്ങോട്ട് നടന്നു വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി ഇവിടുന്ന് പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് വർത്തമാനകാലമല്ലായിരുന്നോ? പ്രസന്റ് അല്ലായിരുന്നോ? ശരിയല്ലേ? ആണോ? അതിങ്ങനെ വന്ന് ഇപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്നു, പ്രസന്റിൽ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അത് പ്രസന്റിലായിരിക്കില്ലേ പോകുന്നത്, വർത്തമാനകാലത്തിൽ? അതോ ഫ്യൂച്ചറിലാണോ? പോകുന്ന സമയത്ത് എന്തായിരിക്കും? അത് വർത്തമാനകാലമായിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? വർത്തമാനകാലത്തിലേക്ക് നിങ്ങൾ വന്നാൽ നമ്മുടെ മനസ്സ് നിൽക്കും. കാരണം നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ ഭൂതവും ഭാവിയും ആവശ്യമാണ്, സങ്കല്പങ്ങൾ ആവശ്യമാണ്. ഈ വർത്തമാനകാലം വളരെ വേഗത്തിൽ കടന്നു പോകുന്നു. ശ്രദ്ധിക്കൂ, ഇവിടേക്ക് ശ്രദ്ധിക്കൂ, ഇവിടേക്ക് ശ്രദ്ധിക്കൂ. 1, 2, 3, 4. നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതിൽ നിന്ന് ശ്രദ്ധ പോവാതെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിരിക്കുന്നു, കണ്ണാമൂക്ക നാക്കെല്ലാം. ഇതിൽ നിന്ന് ശ്രദ്ധ പോവാതെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഞാൻ പറയുന്ന നമ്പർ നിങ്ങൾ പറയണം. ഏത്? ഞാൻ പറയുന്ന നമ്പറിന് തൊട്ട് മുന്നിലത്തെ നമ്പർ നിങ്ങൾ പറയണം. ശ്രദ്ധയുണ്ടോന്ന് അറിയാനാണ്. 1, 3, 8. ഇതിന് തൊട്ട് മുമ്പിലത്തെ എന്റെ പുറകിലത്തെ നമ്പർ എന്ന് പറഞ്ഞേ ഏതായിരുന്നു? ഒന്നിട്ട് പറയാം. 12, 24, 18. ഇനി മുമ്പലത്തെ നമ്പർ എത്ര? കണ്ടോ? മനസ്സ് നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടല്ലോ. കുഴപ്പം കണ്ടോ? നമ്മുടെ ലോകത്ത് യഥാർത്ഥ ലോകം അറിയാൻ പറ്റാതെ പോകുന്നുണ്ടോ? നമ്മുടെ ബോധം പോകുന്നുണ്ടോ? നമ്മള് ഇപ്പൊ ഒരാൾ തോക്ക് ചൂണ്ടിയിട്ട് നിങ്ങളോട് പറയാ ഇതിന് മുമ്പലത്തെ നമ്പർ പറഞ്ഞേ, ഇല്ലെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? വെടി കൊണ്ടുപോകും, നമ്മൾ തീർന്നു. ഇതാണ് നമ്മുടെ ലൈഫ്. മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത്, സത്യലോകത്തല്ല ജീവിക്കുന്നത്, വർത്തമാനകാലത്തല്ല ജീവിക്കുന്നത്, ധ്യാനത്തിലല്ല ജീവിക്കുന്നത്. ഇതാണ് ധ്യാനം. ഇങ്ങനെ ജീവിക്കുന്ന ആൾ ഒരു വാൾപ്പയറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂട്ട്, അയാൾ വർത്തമാനകാലത്തിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ശക്തിയും നമുക്ക് കിട്ടുന്നത് വർത്തമാനകാലം സത്യലോകത്തിൽ നിന്നാണ്, ഈശ്വരന്റെ ധ്യാനലോകത്തിൽ നിന്നാണ്. സെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ധ്യാനലോകത്തിൽ നിന്നാണ്.
നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ കള്ളനാണോ അല്ലെങ്കിൽ നല്ല ആളാണോ എന്നറിയണമെങ്കിൽ ഓരോ വാക്കുകളും ചിന്തകളും വരാതെ ചുമ്മാ ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ച ബോധ ശിവതത്വത്തെ ആ ഇന്ദ്രിയങ്ങളിലൂടെ പ്രക്ഷേപിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജ്ഞാനം അന്തർഗതമായി തെളിയും. ഇയാൾ കള്ളനാണ്, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ശരിയല്ല. പക്ഷേ നാം എന്താ ചെയ്യുന്നത്? അയാൾ പറയുന്ന മോഹന വാക്കുകളെ ആലോചിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ അടച്ച് ചിന്തകളിൽ വിരാജിക്കുമ്പോൾ ഈ അറിവുകളൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല. നമ്മളെ അയാൾ മനോഹരമായി പറ്റിക്കും. ശരിയോ തെറ്റോ? ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രീയന്ത്രത്തിലെ ഭൂപുരം, ചതുരത്തിലുള്ള ഭൂപുരത്തിൽ നിന്ന് തുടങ്ങി ശബ്ദാകർഷണി, സ്പർശാകർഷണി, രൂപാകർഷണി, രസാകർഷണി, ഗന്ധാകർഷണി, സെൻസ് ഓർഗൻസിന്റെ ദേവതകളാണ് ദളങ്ങളിൽ ഇരിക്കുന്നത്. ആ ദളങ്ങളിലേക്ക് എത്തണം. യോഗശ്ചിത്തവൃത്തി നിരോധനം. മനസ്സിനെ നിരോധിക്കണമെങ്കിൽ, മനസ്സിനെ നിരോധിക്കാന്ന് പറഞ്ഞ പിടിയിട്ടില്ലേ? പണ്ടുള്ളവർ വളരെ ലളിതമായി ഇത് പറയും. എങ്ങനെ? ചിന്തിച്ച ഒരു അന്തോ ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല. അല്ലേ? അല്ലേ? എല്ലാ പേടികളും ഫ്യൂച്ചറാണ്. എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? എനിക്ക് ആരോഗ്യം ഉണ്ടാവോ? എനിക്ക് അസുഖം വരുമോ? ശരിയല്ലേ? അല്ലേ? ഇപ്പം വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല, എന്നാലും ഒന്ന് ടെൻഷനാണ്. അല്ലേ? എല്ലാ ദുഃഖങ്ങളും ഭൂതകാലമാണ്. ഞാൻ ഈ വീട്ടിൽ ജനിച്ചു പോയി, ഇയാളല്ല വേറൊരാളാണ് എന്റെ ഭർത്താവെങ്കിൽ എന്റെ ജീവിതം കുറെ കൂടെ മനോഹരമായേനെ. അയലത്തെ വീട്ടില് അല്ലെങ്കിൽ ഞാൻ ഈ ഇന്ത്യയിലായി പോയി ജനിച്ചത്, അല്ല അമേരിക്കയിൽ വല്ല ആയിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് കുറച്ചുകൂടെ നല്ല ഒരു അച്ഛനെ കെട്ടിയിരുന്നെങ്കിൽ, അല്ലേ? എല്ലാം ഭൂതകാലമാണ്. ഇത് നമ്മുടെ സങ്കല്പത്തിലേ നിൽക്കുന്നുള്ളൂ. ഭൂതകാലം കഴിഞ്ഞ വർത്തമാനകാലത്തിനെ നമ്മള് സങ്കല്പത്തിലൂടെ വിളിക്കുന്ന പേരാണ് ഭൂതകാലം. അപ്പൊ ഈ പറയുന്ന ശബ്ദാകർഷണി, സ്പർശാകർഷണി, രൂപാകർഷണി, രസാകർഷണി, ഗന്ധാകർഷണി, സർവാശ പരിപൂരക ചക്രം എന്നാണ് ഈ പറയുന്ന ദളങ്ങളെ വിളിക്കുന്ന പേര്. 16 ദളങ്ങളല്ല, പുറത്തെ സർവാശ പരിപൂര, എല്ലാ ആശകളും പൂരിപ്പിച്ചു തരുന്ന ദളം, ചക്രം. ശ്രീചക്രം നമ്മുടെ ശരീരം തന്നെയാണ്, നാം തന്നെയാണ്, നമ്മുടെ ആത്മീയ ശരീരമാണ്, നമ്മുടെ പ്രാണമയ കോശം എല്ലാം ഉൾപ്പെടുന്ന പഞ്ചകോശങ്ങളും ചേരുന്നതാണ് ശ്രീയന്ത്രം. നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകും. എങ്ങനെ? സെൻസ് ഓർഗൻസിൽ വന്നാൽ, ഈ റിയൽ വേൾഡിൽ വന്നാൽ, ചിന്തകളിൽ നിന്ന് മാറിയാൽ. അല്ലേ? ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരെന്താ? രമണൻ. രമണൻ ആശുപത്രിയിലാണ്. അപ്പൊ അമ്മ എങ്ങനെയായിരിക്കും പോകുന്നത്? കാർ ഓടിച്ചു പോവാന്ന് സങ്കല്പിക്കുക. കാർ ഓടിച്ചു പോകുമ്പോ ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും പോകുന്നത്, അല്ലേ? മനസ്സ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. ആ കാറിൽ നല്ല മണം ഉണ്ടെങ്കിൽ അറിയൂ, സ്പ്രേ ഇല്ല. ആ AR റഹ്മാന്റെ നല്ല മ്യൂസിക് ഉണ്ടെങ്കിൽ കേൾക്കുവോ? 5 ഇന്ദ്രിയങ്ങളും അടയുന്നു നോക്കുക. മനസ്സ് പ്രവർത്തിക്കുകയാണ്. എന്താവൂ എന്റെ രമണൻ ചേട്ടൻ എന്താവും? അല്ലേ? ഇരിക്കുന്ന നല്ല കുഷ്യനുള്ള സീറ്റാണ്, ടച്ച് അറിയോ? ഇല്ല. എവിടെങ്കിലുമൊക്കെ വണ്ടി ഒരയും, അല്ലേ? 5 ഇന്ദ്രിയങ്ങളും അവിടെ സ്റ്റോപ്പായിട്ട് വളരെ ശകലമേ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മളുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോ, ആശുപത്രി ചെന്നു, വലിയത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ രമണന് എന്റെ രമണനല്ല, ഇത് വേറൊരു രമണനാണ്, അല്ലേ? തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും വരിക? ഹലോ, കേൾക്കുന്നുണ്ടാ? ശ്രദ്ധിച്ചിരുന്നാൽ ആണ് ഇതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. ശ്രദ്ധ ശകലന്മാർ ഇന്ന് വരെ കേട്ട കാര്യമൊന്നും ആയിരിക്കത്തില്ല ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ ഇത് പ്രയോജനം കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ സന്തോഷത്തിലായിരിക്കില്ലേ വരുന്നേ? ശരിയല്ലേ? ആ സമയത്ത് 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. എന്തൊരു മണമായി കാറില്, അല്ലേ? ഈ റോഡിന്റെ സൈഡിലൊക്കെ എന്തോരം നല്ല പൂക്കളുണ്ട്, എന്ത് നല്ല പാട്ടായത്. ശരിയല്ലേ?
ശരിയാണോ? ആനന്ദം ഉള്ളിൽ നിന്ന് വരും. ആനന്ദം നമ്മുടെ സ്ഥായി ഭാവമാണ്. സുഖം തന്നെയാണ് ആനന്ദം. പക്ഷേ ആനന്ദം ഉള്ളിൽ പോയി സുഖിച്ചിട്ട് പിന്നെയും നമ്മൾ ഈ ലോകത്തേക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ദുഃഖമായിട്ട് മാറുന്ന സുഖം എന്ന് വിളിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഒരാഹാരം കഴിക്കുമ്പോ ചിത്തവൃത്തി നിരോധനം സംഭവിക്കുന്നുണ്ട്. എങ്ങനെ? നല്ല രുചി. വർത്താനം പറഞ്ഞുകൊണ്ട് പലതും ആലോചിച്ചിട്ടുണ്ട്. നല്ല രുചി. കണ്ണടച്ചിട്ട് ഈ ബാഹ്യബോധം ഉള്ളിൽ ചെന്ന് പരമാത്മാവുമായിട്ട് സമ്മേളനം നടന്ന് ആനന്ദമയ കോശത്തിൽ ചെന്ന് യോഗം സംഭവിച്ചിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് ഒരു നിമിഷം ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു നിമിഷത്തിൽ പറയുന്നു, അടിപൊളി ഫുഡാണ്. ശരിയല്ലേ? കണ്ണ് തുറന്നു പറഞ്ഞ വല്ല സുഖമുണ്ടോ? അടിപൊളി ഫുഡാണ്. സുഖമില്ല. അതേസമയം കണ്ണടച്ചിട്ട് അടിപൊളി ഫുഡാണ്. അല്ലേ? ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? 5 മിനിറ്റോടെ ഉള്ളു, ശ്രദ്ധിച്ചിരിക്കണം. പിടികിട്ടുന്നുണ്ടോ? പക്ഷെ എന്ത് സംഭവിക്കും? കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോ കാണുന്നത് ഈ ഭക്ഷണമാണ്. ഈ ഭക്ഷണമാണ് എന്റെ സുഖത്തിന് കാരണം എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുകയും കൂടുതൽ നല്ല ഭക്ഷണം തിരക്കി പോവുകയും കൂടുതൽ നല്ല പെണ്ണിനെ തിരക്കി പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. ഈ ലോകം അതുകൊണ്ട് നമുക്ക് ദുഃഖം സമ്മാനിക്കുന്നു. ആനന്ദമുണ്ടായത് ഉള്ളിലാണ്, പരമാത്മാവിൽ ഈശ്വരനുമായിട്ട് ചേർന്നപ്പോഴാണെന്ന് തിരിച്ചറിയാതെ കണ്ണു തുറക്കുമ്പോൾ ബോധം വീണ്ടും പുറത്തേക്ക് വരും. ത്രിപുര. എന്താണ് ത്രിപുര? ത്രിപുര സുന്ദരി. 3 പുരങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞു. ഈ ഉള്ളിലേക്ക് നമ്മുടെ ആത്മബോധത്തെ കയറ്റി വിടുന്നു. നീ തന്നെ സത്യം, ജ്ഞാനം, ആനന്ദം. ദൈവദശകം ഞാൻ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡെമോൺസ്ട്രേഷൻ. അടിച്ചാൽ മതി, ശ്രീധരൻ നമ്പൂരി. ഇത് തന്നെയാണ് പറയുന്നത്. അന്നേരം എന്താണ്? നമ്മുടെ ബോധം അകത്തേക്ക് കയറ്റി വിടണം. ആനന്ദത്തിന്റെ ഖനി അവിടെയുണ്ട്. നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആനന്ദത്തിലാണ്, ശിവതത്വത്തിലാണ്. ശക്തി വേണം ശിവനെ കാണിച്ചു തരാൻ. അല്ലാതെ ഈ ലോകം അത്രയേറെ നമ്മളെ അങ്ങ് കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നമ്മൾ ശ്രീരാമസിന് വന്നാന്ന ധാരണ. അപ്പൊ ആ ശക്തിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് ശിവനെ കാണിച്ചു തരണം. അതുകൊണ്ടാണ് ലളിതാസഹസ്രനാമത്തിൽ ശിവജ്ഞാന പ്രദായിനി എന്ന് പറയുന്ന ശിവന്റെ ജ്ഞാനം നമുക്ക് തരുന്നത് അമ്മ മഹാമായയാണ്, അമ്മയാണ്. അമ്മയാണ് അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്, അല്ലേ? അപ്പോ ഈ ശുദ്ധബോധത്തെ അകത്തേക്ക് കയറ്റി വിടാനാണ് ഈ സംവിധാനങ്ങളെല്ലാം. ഇതൊരു കുറച്ച് 5 മിനിറ്റും കൂടെ ഉണ്ട്, അതുകൊണ്ടൊന്നും ഞാൻ ഇത് പറഞ്ഞു തീരുന്ന സംഭവമല്ല. എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ഒരു താല്പര്യം ഉണ്ടാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിൽ 3 പുരങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ത്രിപുര സുന്ദരി എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരം തന്നെയാണ് ദേവി ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീചക്രം എന്ന് പറഞ്ഞു. 3 പുരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ശുദ്ധബോധത്തിലെ ആനന്ദത്തിൽ നിന്നും പതുക്കെ കണ്ണുകൾ തുറന്ന് നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിൽ ചാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കാണപ്പെടുന്ന ലോകത്തിനെ അനുഭവിക്കും. ഇതിനെ ഋഷി വിളിച്ച പേര് വൈശ്വാനരൻ. വിശ്വം മുഴുവൻ ഒരു മനുഷ്യനായിട്ടുള്ള ശരീരമായിട്ടുള്ള വൈശ്വാനരൻ എന്ന് പറയുന്ന ഈ ലോകത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ലോകം അനുഭവിക്കും. നമ്മുടെ ബോധം ഇവിടെയാണ്, ശ്രദ്ധ ഇവിടെയാണ്. ഭൗതികത തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധയെക്കുറിച്ച് ശ്രദ്ധവാൻ ലാഭതേ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധ എങ്ങനെയാണോ അങ്ങനെ ആയിത്തീരുവരാ. അപ്പൊ ഈ ശ്രദ്ധ ബോധം പോയി നിൽക്കുന്ന സ്ഥലം ഉള്ളതായിട്ട് തോന്നും. ശരിയല്ലേ? നമ്മൾ ഈ ബോധം വെളിയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് പോയി, ഹൊറർ സിനിമയാണ്, ആ തിയേറ്ററിലെ കഥാപാത്രങ്ങളിലേക്ക് ഈ ബോധം, നമ്മുടെ ബോധം പരകായ പ്രവേശനം നടത്തും. നമ്മൾ ചിലപ്പോൾ പേടിച്ച് മരിച്ചു പോകും. പലരും ഇല്ലേ തിയേറ്ററിൽ മരിച്ചു പോയിട്ടുണ്ട്. ശരിയല്ലേ? പരകായ പ്രവേശനം, നമ്മുടെ ബോധം ആ ശരീരത്തിലേക്ക് കയറി. അപ്പൊ അത് ഉള്ളതായിട്ട്, ആ ലോകം ഉള്ളതായിട്ട് തോന്നുന്നു. എന്നാൽ തിയേറ്ററിൽ നിന്ന് വെളിയിൽ വരുമ്പോ നമ്മൾ ഈ ലോകത്ത് വന്നു, ഇത് ഉള്ളതായിട്ട് തോന്നുന്നു. ഇന്റർനെറ്റിൽ കയറി ചാറ്റ് ചെയ്തിട്ട് മരിച്ച് തൂങ്ങിച്ചത്ത ആളുകൾ എത്രയോ പേരാണ് ഇപ്പൊ ചാവുന്നത്, അല്ലെ? ആ ലോകം സത്യമാണോ ഇന്റർനെറ്റ് വേൾഡ് എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാതാണ് ചാറ്റിങ്.
ഇന്ന് ചെറുപ്പക്കാരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോധം അവിടെ പോയി നിൽക്കുന്നു, അത് ഉള്ളതായിട്ട് തോന്നുന്നു ആ വേൾഡ്. ശരിയല്ലേ? ആണോ? ഈ ബോധം ഒരു ബിസിനസ് ലോകത്താണെങ്കിൽ ആ ലോകമാണ് ഉള്ളതായിട്ട് തോന്നുന്നത്. അത് ഒരു കഞ്ചാവ് വിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടാണെങ്കിൽ അതാണ് ഉള്ളതായിട്ട് തോന്നുന്നത്. അധോ ലോകത്താണെങ്കിൽ അതാ ഉള്ളത്. ഈ ബോധം ഒരു ആത്മീയതയിലാണെങ്കിൽ അതാ ഉള്ളത്. ഇങ്ങനെ നമ്മുടെ ബോധം പോയി നിൽക്കുന്ന സ്ഥലം ഉള്ളതായിട്ട് തോന്നും. ശരിയല്ലേ? ശരിയല്ലേ? പക്ഷെ ഈ ബോധം ഇപ്പോൾ ത്രിഗുണങ്ങളാൽ വ്യതിചലിക്കപ്പെട്ട്, സത്വരജസ്തമസ് ഗുണങ്ങളാൽ വ്യതിചലിക്കപ്പെട്ട് പല പല സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുക. കാരണം വാസനകൾ ത്രിഗുണങ്ങളാണ്. അതിൽ നിന്ന് മനസ്സ് സൃഷ്ടിക്കപ്പെട്ട ആ മനസ്സ് നമ്മളെ വഴിതെറ്റിച്ച് വല്ലയിടത്തുമൊക്കെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുമ്പോൾ പതഞ്ജലി പറയുന്നു, യോഗ ചിത്തവൃത്തി നിരോധനം. മോനെ, നിന്റെ മനസ്സ് സ്റ്റോപ്പ് ചെയ്യുക. നിനക്ക് യഥാർത്ഥ ലോകത്ത് വരാൻ പറ്റും. സമാധാനത്തിലേക്ക് എത്തുക, ശാന്തിയിലേക്ക് എത്തുക എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ ലോകം ആ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ച ഈ വൈശ്വാനര ലോകം. രണ്ടാമത്തെ ലോകം രാത്രിയാവുമ്പോ ഈ ബോധം എങ്ങോട്ട് പോവും? നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ബോധത്തിന് ഇന്ദ്രിയങ്ങളിൽ കൂടെ പുറത്തു പോകാൻ പറ്റുമോ? കണ്ണും മൂക്കുന്നാക്കൊക്കെ അടഞ്ഞിരിക്കല്ലേ? ശരിയല്ലേ? അപ്പൊ അവിടെ ഉള്ളതായിട്ട് തോന്നും. ഫസ്റ്റ് ആദ്യത്തെ പുരം പറഞ്ഞു എന്താണ്? ത്രിപുരം. 3 പുരങ്ങളിൽ ആദ്യത്തെ പുരം പറഞ്ഞു ഈ വൈശ്വാനര ലോകം. നമ്മൾ ഒന്നിരിക്കുന്ന ഈ സ്റ്റേജ്. രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നത് സ്വപ്ന ലോകമാണ്, തൈജസൻ. ഇത് പറയുന്നത് മാണ്ഡുക്യ ഉപനിഷത്താണ് ഈ പറയുന്നത്. ഓം ഇത്യേദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോംകാരമേവ യച്ഛാന്യാ ത്രികാലാതീതം തതപ്യോംകാരമേവ. അതാണ് നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഭൂതവും ഭാവിയൊന്നുമില്ല. ഭൂതം ഭവത് നടക്കുന്നത്, ഭവിഷ്യം സർവമോംകാരമേവ. ഭാഷ്യം ഫ്യൂച്ചറൊക്കെ പറഞ്ഞില്ല ആദ്യം. ഓം ഇത്യേദക്ഷരമിദം സർവം. ഈ കാണുന്ന എല്ലാം ഓം എന്ന അക്ഷരമാണ്. എങ്ങനെയാണ് ആവുന്നത്? അതിന്റെ ആദ്യത്തെ അക്ഷരം ആ പറഞ്ഞു, വൈശ്വാനര ലോകം. രണ്ടാമത്തെ അക്ഷരം ദ്വിതീയ പാദം. നമ്മള് സ്വപ്നം കാണുന്ന അവസ്ഥ അല്ലെ? രണ്ടാമത് അത് ഉള്ളതായിട്ട് തോന്നും. നമ്മുടെ ആഗ്രഹങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങള്, വിഷമങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ബോധം അവിടെ നിൽക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾ ഓടിക്കുന്ന കടുവയും നമ്മളും ഒന്ന് തന്നെയാണ് അല്ലെ? പക്ഷെ നമ്മൾ ശരിക്കും ഉള്ളതായിട്ട് തോന്നും. ഇപ്പൊ കണ്ണ് തുറക്കുന്നു ഇരിക്കുമ്പോഴും ഈ സ്വപ്നം നമ്മുടെ ഉള്ളിലുണ്ട്. കണ്ണടയ്ക്കുന്നോണ്ട് കാണാത്ത. ശരിയല്ലേ? ശരിയല്ലേ? അതേ സ്വപ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്തല്ല. ശരിയല്ലേ? അവിടുന്ന് മൂന്നാമത്തെ, അത് ആ ഊ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. മൂന്നാമത്തേത് മാ എന്ന് വിളിക്കുന്ന പ്രാജ്ഞൻ എന്ന് പറയുന്ന സ്ഥാനം. അവിടെ സുഷുപ്തി സ്ഥാനമാണ്. ഈ സ്വപ്നവും കാണുന്ന നമ്മളുമില്ല, ശരീരവും ഇല്ല. ഈ കാണുന്ന ശരീരവും ഇല്ല, 2 ശരീരവും ഇല്ല. ശരീരബോധവേ ഇല്ലാത്ത പ്രാജ്ഞൻ എന്ന അവസ്ഥയാണ്. അവിടെയും സുഖം അനുഭവിക്കുന്നുണ്ട് ജീവൻ. വാസനകളുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും കണ്ണു തുറന്ന് ഈ ലോകത്തോട്ട് പിറ്റേന്ന് രാവിലെ വരുന്നത്. 3 പുരങ്ങൾ പറഞ്ഞില്ലേ? കേൾക്കുന്നുണ്ടോ? ഈ 3 പുരങ്ങളും ചേരുന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് 4ാമത്തെ ഒരു മൗനമുണ്ട്. അവിടെ പേരൊന്നുമില്ല, അക്ഷരമൊന്നുമില്ല, സൈലൻസ് ആണ്. അതാണ് ശിവതത്വം, അല്ലെങ്കിൽ ശിവശക്തി ഒന്നിച്ചിരിക്കുന്ന അർദ്ധനാരീശ്വരനായ അദ്വൈതമായ അവസ്ഥ ഇരിക്കുന്നത് 4ാമത്തെ പാദമായ തുരീയം എന്ന അവസ്ഥയിലാണ്. അപ്പൊ ആ 3 പുരങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? ഇതെല്ലാം ശിവനും ശക്തിയും കൂടെ ചേർന്നിരിക്കുന്ന 4ാമത്തെ അവസ്ഥയുണ്ട്. ഇങ്ങനെ 4 പാദങ്ങൾ പറഞ്ഞു. മന്ത്രജപത്തിന് എന്തെങ്കിലും മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്ന് നോക്കാം. എല്ലാരും കൂടെ ഒന്ന് നിവർന്നില്ലേ? നമുക്കൊന്ന് ഓംകാരം ഒന്ന് ജപിച്ചു നോക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് അല്ലെ? പ്രയാസങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച്, എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്കൊന്ന് ജപിച്ചു നോക്കാം. ചുമ്മാ ജപിച്ചാൽ മതി, വിശ്വസിക്കണമെന്നൊന്നുമില്ല. മാറ്റം ഉണ്ടോന്ന് അറിയാം. ഒന്ന് നിവർന്നില്ലേ? ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം. ഇത് നമ്മളൊരു 5-6 ഓംകാരം ജപിച്ചിട്ട് കാപ്പുകെട്ടിന്റെ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ. നിവർന്നിരിക്കുക, എല്ലാരും ജപിക്കുക. ശ്വാസം നല്ലവണ്ണം എടുത്തിട്ട് ജപിക്കണം, നീട്ടി ജപിക്കണം, നാണക്കേടില്ലാതെ വിളിക്കണം, ജപിക്കണം അല്ലെ? ശ്വാസം എടുത്തിട്ട് ജപിക്കണം. അതുപോലെ പ്രാണായാമം, ഓംകാരം നീട്ടിയെടുത്താൽ എന്റെ കൂട്ടത്തിൽ ജപിക്കുക എല്ലാരും. ആരും ജപിക്കുന്നില്ല. ഓ
ഒന്ന് ചോദിക്കാം. അത് അപകടത്തിൽപ്പെടുന്നത് എങ്ങനെയാണ്? അതിന്റെ ഉള്ളിലെ ബോധത്തിന് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ അതിന് കാരണം എന്താണ്? അതിന്റെ ഉള്ളിൽ ആഗ്രഹം കൂടുതൽ കിടക്കുകയാണ്. ഈ ആഗ്രഹമാണ് ജന്മമരണ ചക്രങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങളിലൂടെ എല്ലാ ജീവികളും അപകടങ്ങളിൽ പെടുന്നു, മനുഷ്യനും അങ്ങനെ തന്നെ അപകടങ്ങളിൽ പെടുന്നു. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് ബോധമുണ്ടാകുന്നത്. മുമ്പേ പറഞ്ഞ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്ന ബോധം ഉണരുന്നത് അല്ലേ? നമുക്ക് പൂജയിലേക്ക് കടക്കാം. ഇവിടെ ഇങ്ങനെ ഒരു അവസരം വിനോദ് സാറിന് നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അതുപോലെ കാപ്പിലോട്ട് ദേവിയെ പൂജയ്ക്ക് ശേഷം കാപ്പിലേക്ക് ആവാഹിച്ചിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ദേവിക്കാണ് സാധാരണ എല്ലായിടത്തും കാപ്പ് കിട്ടുന്നത്. ഇവിടെ ശരിക്കും അദ്വൈത പ്രകാരമുള്ള ഈ പൂജയിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ തിയറി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കാരണം ഈ പറയുന്ന നമ്മുടെ ശരീരമാണ് ശ്രീചക്രം എന്ന് പറഞ്ഞു. അപ്പൊ ദേവിയാണ് നമ്മൾ ഈ കാപ്പിലേക്ക് ആവാഹിച്ചിട്ട് നമ്മുടെ ശരീരത്തേക്ക് കിട്ടുന്ന, നമ്മുടെ മനസ്സിലും ആ ഭാവം ഉണ്ടാവണം അല്ലെ? നമ്മുടെ ശരീരത്തേക്ക് ദേവി വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബാധ കയറുന്നു എന്നല്ല, അങ്ങനൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മളിൽ ആ ദൈവീകത ഉണരുന്നു. നമ്മളില് ആസുരീകതയും ദൈവീകതയുണ്ട്. ആ ദൈവീകത ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാത്വിക ഭാവത്തിലാണ് ദേവിയുടെ ലളിതാ ത്രിപുരസുന്ദരി പരമേശ്വരി ആ സാത്വിക ഭാവത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ ദൈവീകത ഉണർത്തുകയാണ് ചെയ്യുന്നത്. സത്യസന്ധത ഉണർത്തുകയാണ് ചെയ്യുന്നത്. ശക്തിയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. പരാശക്തിയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകാനും മരണമില്ലാത്ത ലോകത്തെ അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത് ഏത് ദിവസം. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകത ഇവിടെ മാത്രമുള്ള ഈ പ്രത്യേകത മനസ്സിലാക്കിയ ആ ഗൗരവത്തിൽ തന്നെ തുടർന്ന് അങ്ങോട്ട് ആ ദൈവീക ഭാവത്തിൽ സാത്വിക ഗുണത്തിലേക്ക് എത്തിക്കണം. എന്നിട്ട് ഗുണാതീതനാവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ താമസിക അന്ധമായ അറിവില്ലാത്ത ആ വീക്ക്നെസ്സുകളുള്ള ഗുണത്തിൽ നിന്ന് മാറി രജോ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിൽ എത്താനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കുന്നു. എപ്പോഴും ഈ അവസരം കിട്ടത്തില്ല. കിട്ടുമോ? എപ്പോഴും ഈ അവസരം ഇല്ല. മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് അല്ലെ? മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മദ്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. മൈഥുനം ഒഴിവാക്കുക. പഞ്ചമകാര പൂജകളൊക്കെ കൗള ആചാരത്തിലുണ്ട്. അതും ഒക്കെ ഇത്തരത്തിൽ വാസനകളെ ശുദ്ധീകരിക്കാനാണ്. മത്സ്യം വെച്ച്, മാംസം വെച്ച്, മദ്യം വെച്ചിട്ട് സെക്സ്, മൈഥുനം ഉൾപ്പെടെയുള്ള ആചാര പൂജകൾ കൗള തന്ത്രത്തിലുണ്ട്. ശ്രീവിദ്യോപാസനയിലെ ഒരു വിഭാഗമാണ്. അതും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആത്മാവിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലാതെ വീക്ക്നെസ്സുകൾക്ക് പുറകെ പോകാനുള്ള അല്ല. അപ്പൊ ഇതെല്ലാം നമ്മളുടെ വീക്ക്നെസ്സുകൾ ഒഴിവാക്കാനാണ്. ഇവിടെ യോഗഭാവത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്. സമയാചാരം, മിശ്രാചാരം ഉൾപ്പെടെ ഉള്ള രീതിയിലാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാ ആളുകളും സാത്വിക ഭാവത്തിൽ ഇതെല്ലാം വെടിഞ്ഞിട്ട് ഈ 7 ദിവസം ആത്മാവിന്റെ ആഗ്രഹങ്ങളെ എല്ലാം ഒഴിവാക്കി ഉള്ളിലേക്ക് പരമാത്മാവിനെ അറിയാൻ, ആ ബന്ധത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്
കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആദ്യം ചൊല്ലിയ മന്ത്രം കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്നിച്ച് ചൊല്ലി നിർത്താം. ഓം പൂർണ്ണമത, ഈ കാണുന്ന പ്രപഞ്ചം പൂർണ്ണമാണ്, പൂർണ്ണമിതം. എന്റെ ഉള്ളിലെ ഞാൻ മരിക്കത്തില്ല എന്ന തോന്നൽ വരുന്ന ഞാൻ എന്ന ശുദ്ധബോധം പൂർണ്ണമല്ലേ? ഒന്ന് കണ്ണടച്ച് നോക്കി, എല്ലാവരും ഒന്ന് കണ്ണടച്ച് നോക്കി. ഞാൻ എന്നുള്ള തോന്നൽ ഈ ശരീരമാണോ? നിങ്ങളുടെ വൃക്കയോ ഏതെങ്കിലും ആന്തരിക അവയവം കൊണ്ട് ആ ഞാനെ തൊടാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്നുള്ളത് അതിനെ അഗ്നി നയനം ചിഹ്നം ശസ്ത്രാണി അസ്ത്രം കൊണ്ട് മുറുകെ ഏൽപ്പിക്കാനോ അഗ്നി കൊണ്ട് കത്തിക്കാനോ കഴിയില്ല, തൊടാൻ പോലും പറ്റുന്നില്ല. ഉണ്ടോ? ഞാൻ എന്നുള്ള തോന്നുന്നത് അതാണ് സത്യം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പൂർണ്ണമല്ലേ? നോക്കി, അതിനകത്ത് എന്തെങ്കിലും അപൂർണതയുണ്ടോ? കണ്ണടച്ച് നോക്കി. ശരീരത്തിന് അപൂർണത കാണും, അതിന് വല്ലതും കാണുമോ? ഇല്ല. ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്. എന്താ വേറൊരാളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലാണ് നമ്മൾ പോരാനൊക്കെ തോന്നുന്നത്. അപൂർണത പ്രപഞ്ചത്തിലും അപൂർണതയില്ല. അപ്പൊ പൂർണ്ണമത പൂർണ്ണമിതം. ക്ലിയർ ആയല്ലോ? പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ. ഈ ശുദ്ധബോധം ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നല്ലേ ഉറുമ്പും പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ടായത്? ശരിയല്ലേ? ആണോ? ഈ ഞാൻ എന്നുള്ള ബോധം വഴിയല്ലേ ഞാനിപ്പോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തമ്മിൽ രണ്ട് ഒബ്ജക്റ്റാ, വയറിന്റെ ഒരു ബന്ധം പോലും ഇല്ല. പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഞാൻ എന്നുള്ള ബോധം. നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട്. ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ ഈ ലോകത്തോട്ട് വന്നത്. ഞാൻ എന്നുള്ള ലോകത്തിൽ നിന്നാണ് ബോധത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ശുദ്ധബോധമായ ഞാനിൽ നിന്നും ഈ പ്രപഞ്ചമുണ്ടായി. പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ. ഇനി ഇതുപോലെ 1000 പ്രപഞ്ചം ഉണ്ടായാലും ഞാൻ എന്നുള്ള ബോധം പൂർണ്ണമായി അവശേഷിക്കില്ലേ? കണ്ണടച്ച് നോക്കിയേ, ഈ കണ്ണടച്ച് നോക്കിയേ. ഇത് ഇനി 1000 പ്രപഞ്ചം ഇതുപോലെ ഉണ്ടായാലും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഉള്ളിലോ ഞാൻ എന്നുള്ള ബോധം ഒന്നിച്ച് കിടക്കുന്നു. ഈ ബോധത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. ഇതുപോലെ 1000 പ്രപഞ്ചം ഉണ്ടായാലും ഇത് പൂർണ്ണമായി അവശേഷിക്കും. ഇത് മനസ്സിലാക്കി നമുക്ക് ഒന്നുകൂടെ ഇത് ജപിക്കാം. ഈ അർത്ഥം മനസ്സിലാക്കി. സിമ്പിൾ അല്ലേ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ജപിച്ചേ എല്ലാരും കൂടെ. കണ്ണ് തുറന്നിട്ട് ജപിച്ചേ. ഓം പൂർണ്ണമദ. ഈ പ്രപഞ്ചം പൂർണ്ണമാണ്. കണ്ണടച്ചിട്ട് ആത്മാവ് ബോധം. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സമയം ധാരാളം ദീർഘിച്ചിട്ടുണ്ട്. അതി സർവത്ര വർജയേത് എന്ന പരശുരാമകൽപ്പസൂത്രം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് സന്തോഷം ആനന്ദം അനുഭവിക്കണം എന്നാണ് ഇതിൻ്റെ ആചാര്യൻ നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് കംഫർട്ടായിട്ടിരിക്കുക. എല്ലാവരും എങ്ങനെയാണോ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുന്നത് അതുപോലെ മാത്രമേ ഇരിക്കാവൂ. സ്ഥിരം സുഖം ആസനം എന്നാണ് പാതഞ്ജലം പറയുക. എന്ന് വെച്ചാൽ ഒരിക്കലും ശരീരത്തിന് വിഷമുണ്ടാവുന്ന രീതിയിൽ ഇരിക്കരുത്. കാല് നീട്ടിയോ മടക്കിയോ ഒടിച്ചോ ഒക്കെ ഇരിക്കാം. അവസാനം കാല് ഊരിയെടുക്കാനുള്ള വഴി മറന്നു പോകരുത്. കാരണം അത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്, ആനന്ദത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അപ്പം അത് ആദ്യം മനസ്സിനെ ഒന്ന് നന്നായിട്ട് നിയന്ത്രിക്കുക. അതെങ്ങനെയാ വേണ്ടതെന്ന് ചോദിച്ചാൽ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കണം. അതിന് മനസ്സിന് ആദ്യം ഒരു ഫ്രീഡം കൊടുക്കുക. എന്ത് വേണമെങ്കിലും ആലോചിച്ചോളാൻ മനസ്സിനൊരു ഫ്രീഡം കൊടുക്കുക. അപ്പൊ ചില ആലോചനകളിലേക്കൊക്കെ മനസ്സ് പോയിട്ടും തിരിച്ചു വരും. അപ്പോൾ ഒരു ശാന്തത നമുക്ക് പൂജയ്ക്ക് മുമ്പ് വരും. നേരത്തെ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചു. ഹൃദയം ഒന്ന് ആർദ്രമാക്കുക എല്ലാവരും. ഇനി ആരും അനാവശ്യമായിട്ട് ഈ കോമ്പൗണ്ടിൽ ശബ്ദിക്കില്ല, ഉറപ്പാണ്.
ശബ്ദാത്മികയായ ദേവിയെ, നാദബിന്ദുവാത്മികയായ ദേവിയെ നമ്മൾ സമാരാധന ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് സ്വന്തം ജീവിതത്തിൽ ഒരു അനർഘമായിട്ടുള്ള നിമിഷമാണ്. അമ്മയുടെ അപാരമായ കൃപ നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. ആ ചിത്തവൃത്തിയെ നമുക്ക് ബലമായിട്ട് നിരോധിക്കാനായിട്ട് പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ടൊന്ന് നിവർന്നിരിക്കാൻ പറ്റുന്നത് പോലെ കണ്ണുകൾ സാവധാനത്തിലൊന്ന് അടയ്ക്കുക. നിവർന്നിരുന്ന് നന്നായിട്ട് ശ്വാസം നന്നായിട്ടൊന്ന് അകത്തേക്ക് എടുക്കുക. വളരെ സാവധാനത്തിൽ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വിടുക. അപ്പൊ നമ്മൾ അറിയാതെ മനസ്സൊന്ന് ശാന്തമാകും. മനസ്സ് ശാന്തതയിലേക്ക് വരും. 2-3 പ്രാവശ്യം അങ്ങനെയൊന്ന് ചെയ്യാം. അപ്പൊ മനസ്സ് സാവധാനത്തിൽ ശാന്തതയിലേക്ക് വരും. എത്ര സാവധാനമാണോ പുറത്തേക്ക് നമ്മൾ ശ്വാസം കഴിക്കുന്നത്, അത്രയും ശാന്തതയും സമാധാനവും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ പൂജയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനിവിടെ പതിവായിട്ട് അത് ചെയ്യുന്ന സംവിധാനങ്ങൾ അറിയാവുന്നവരുണ്ട്. ഈ സംവിധാനങ്ങൾ, അറിവ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഏതൊരു വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ പോലും ഒരു അറിവ് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നമ്മളിൽ നാം സ്വീകരിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ നാം ധരിച്ചിരിക്കുന്ന അറിവുകളെയെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് ഒക്കെ വിടുക. എന്നിട്ട് നഗ്നനായ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത പോലെ നമ്മുടെ ഹൃദയം വിടരട്ടെ. നമ്മൾ വന്നിരിക്കുന്നത് ഈശ്വര പാദചരണങ്ങളെ, ആ പാദകമലങ്ങളെ നമ്മൾ ആശ്രയിക്കാനാണ്. കൃപാലുവാണ് ആ അമ്മ. അമ്മയെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് കണ്ണുകൾ നിറയുകയാണ് ചെയ്യുക. ശാസ്ത്രമോ പാണ്ഡിത്യമോ ഒന്നും അമ്മയിലേക്കുള്ള പ്രവേശന കവാടമല്ല. കാരണം ഒരു നിമിഷം മതി ഈ കാപ്പുകെട്ടിന് വന്നിരിക്കുന്ന ഓരോരുത്തരും ഒരൊറ്റ സെക്കൻഡ് ഒന്ന് ഏകാഗ്രമായാൽ ഇവിടെ ഇരിക്കുന്ന ദേവിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയാണ്. കാരണം ഇത്രയേറെ മനസ്സുകൾ ഒരേപോലെ പ്രാർത്ഥിച്ചാൽ ഈ ദുരിതങ്ങൾ ഇല്ലാണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എന്തിനാ സമൂഹാർച്ചന? അതിനൊരു ഗുണമുണ്ട്. ഇപ്പൊ ഈ കോമ്പൗണ്ടിൽ 1000 പേരിരിക്കുന്നുണ്ടെങ്കിൽ ആ 1000 പേര് 1000 മന്ത്രങ്ങൾ ജപിച്ചാൽ 1000 ഗുണം 1000 എന്ന ഡിജിറ്റിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ജപത്തിന്റെ പുണ്യം ഉണ്ടാവുക. ഇതാണ് ഈ പൂജയുടെ മഹത്വം. അതുകൊണ്ട് നിവർന്നിരുന്ന ആ ദേവീ സ്വരൂപത്തെ നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. സാവധാനത്തിൽ നമ്മുടെ ചിന്തകൾ ഇല്ലാതാവുകയാണ്. വളരെ സാവധാനത്തിൽ. ചില ചിന്തകളൊക്കെ നമ്മളെ വന്ന് ബുദ്ധിമുട്ടിക്കും. വന്നോട്ടെ, അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക. സാവധാനത്തിൽ ആ ചിന്തകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. നമ്മുടെ കണ്ണിലെ ഇരുട്ടില്ലാതാവുകയാണ്. പ്രകാശത്തിന്റെ ഒരു ധാര നമ്മളിലേക്ക് സാവധാനത്തിൽ ഉയർന്നു വരികയാണ്. മനോഹരമായിരിക്കുന്ന ഒരു ചുവന്ന പ്രകാശത്തിന്റെ ധാര നമ്മുടെ മധ്യത്തിലായിട്ട്, പുരികക്കൊടുകളുടെ നടുവിലായിട്ട് പ്രകാശവത്കരിക്കപ്പെടുകയാണ്. സാവധാനത്തിൽ ആ പ്രകാശം അങ്ങനെ ഉയർന്നുയർന്ന് മനോഹരമായിരിക്കുന്ന ചുവന്ന പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന അതിദിവ്യമായിരിക്കുന്ന അതേപോലെ സമാനതയുള്ള പുഷ്പങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ? ചുവന്ന പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാഗമരപ്പൂക്കളിൽ നിന്ന് അടർന്നു വീണ മനോഹരമായിരിക്കുന്ന പുഷ്പതലങ്ങൾ, വഴിത്താരകൾ എത്രയും യാത്രാപഥങ്ങളിൽ ചുമ്പട്ട് വിരിച്ചിരിക്കുന്നത് പോലെ ആ മനോഹരാംഗിയായിരിക്കും പൂമാലകൾ ധരിച്ച് ഇലഞ്ഞിമരങ്ങളിൽ ഊഞ്ഞാലിലാടുന്നതും സദാ ജാഗരൂകരായിരിക്കുന്ന നിത്യാദേവതമാരും ഗയചക്ര ഗിരിചക്രധാരൂഢമാരായിരിക്കുന്ന മന്ത്രിണീ ദണ്ഡനാഥമാരും വിഹരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ഡ ജനനിയായ സാക്ഷാൽ ദേവിയുടെ മനോഹരമായിരിക്കുന്ന ശ്രീപുര കൊട്ടാരത്തിന്റെ പ്രാന്തത്തിലാണ് നമ്മളെന്ന ഉറപ്പോടുകൂടി സംപൂജ്യരായ ഭക്തജനങ്ങളെ, നമ്മൾ ത്രിശക്തി പൂജയിലൂടെ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം ആരംഭിക്കാൻ പോവുകയാണ്. ത്രിശക്തി പൂജ
എന്താണെന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഭക്തജനങ്ങളെല്ലാം മുൻകാലങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തേയ വിധിപ്രകാരമാണ് ഈ മഹായജ്ഞം ഇവിടെ നടക്കുന്നത്. ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാകുന്നതിലൂടെ ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത സാക്ഷാൽ അംബ പരമേശ്വരിയായ ലളിതാംബികയുടെ സാന്നിധ്യത്തോടൊപ്പം ശൈവമൂർത്തിയുടെയും വൈഷ്ണവ മൂർത്തിയുടെയും സാന്നിധ്യം ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോവുകയാണ്. അതിലൂടെ ശാക്തേയ വിധി പൂർണ്ണമാവുകയും ഇവിടെ നമ്മളിലെല്ലാമുള്ള ആസുരീയ ഭാവങ്ങളെയെല്ലാം നിഗ്രഹിച്ച് ദേവി സാത്വിക ഭാവത്തിൽ നമ്മളിൽ കുടികൊള്ളുവാൻ പോവുകയാണ്. അതിനുള്ള പൂജയാണ് നിങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ പൂജയ്ക്കുള്ള പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളിലും ദേവീ ക്ഷേത്രങ്ങളിൽ അമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തിയാണ് ഉത്സവം ആഘോഷിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ആചാര വിധിപ്രകാരം അമ്മ തന്റെ മക്കളായ നമ്മളെ കാപ്പുകെട്ടി അമ്മയുടെ സാത്വിക കലകളെ നമ്മളിലേക്ക് വർഷിച്ച് നമ്മളെ അമ്മയാക്കി അല്ലെങ്കിൽ ദേവിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് 7 ദിവസങ്ങളിലൂടെ ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ദേവി ഭക്ത സംഗമമാണ് ഈ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്കെല്ലാം അനുഭവവേദ്യമാകുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സും വാക്കും ശരീരവും ശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്തകളെ മലീമസമാക്കരുത്. അതെല്ലാം തന്നെ സാത്വിക ഭാവത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ സാത്വിക ഭാവ പ്രാധാന്യമുള്ള ദേവി നമ്മളിൽ 7 ദിവസം കുടികൊള്ളുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ശരീരവും ശുദ്ധമായിരിക്കുവാൻ ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നു മുതൽ നമ്മൾ ദേവി സ്വരൂപമായി മാറുകയാണ്. അപ്പോൾ അതിനുള്ള ദേവിക്ക് വസിക്കുവാനുള്ള ശരീരമാണ് നമ്മൾ വഹിക്കുന്നത്. ആ ശരീരം ശുദ്ധമാക്കിയിരിക്കണം. നമ്മുടെ ചിന്തകൾ ശുദ്ധമായിരിക്കണം. മനസ്സ് പ്രവൃത്തി എല്ലാം സാത്വിക ഭാവത്തിലായിരിക്കണം. സാത്വിക ഭാവം എന്ന് പറയുമ്പോൾ ഈ മഹോത്സവകാലത്ത് സാത്വിക ഭാവത്തിലാണ് ഇവിടെ ദേവി കുടികൊള്ളുന്നത്. ആ ദേവിയെ കഠിന വ്രത നിഷ്ഠയോടുകൂടി ആചരിക്കുകയാണെങ്കിൽ ദേവിയുടെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുമെന്നും നമ്മളിലേക്കെല്ലാം ആ അനുഗ്രഹ വർഷം അനുഗ്രഹ കലകളായി ദേവി വർഷിക്കുകയും നമുക്കുള്ള സകല ദുഃഖ ദുരിതങ്ങളും ഇതോടുകൂടി അകന്നു പോകുന്നതാണ്. അപ്പോൾ പൂജ ആരംഭിക്കുകയാണ്. എല്ലാവരും ഓംകാര മന്ത്രം ജപിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിവർന്നിരിക്കുക, നട്ടല് നിവർത്തി വയ്ക്കുക. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देव महेश्वरा गुरुदेव महेश्वरा
ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ യോഗയോഗേശ്വരായ നമോ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാഗരാജസ്വാമിയേ നമഃ. ഓം വാണീ ദേവി സുനിലവേണി സുഭഗേ ഈണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനി ത്രിജഗതാംനാഥേ വിരിഞ്ച പ്രിയേ വാണീ വൈഭവദോഷമശേഷമാശു കളവാം എന്നാവിലത്യാധരം വാണീടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ ഹരിഹരസുരവൃന്ദം പോലും ഇന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിജനോട് ശ്രീ പുലുത്തിട്ട വാഴുമൻ തമ്പുരാട്ടി കയ്യിലുള്ളവർ 66-ാമത്തെ പേജ്. അമ്മയെ കാണുവാനാശയോടെ തിരും മുന്നിലെത്തുന്നു ഞാനേകനായി. അമ്മയെ കാണുവാനാശയോടെ തിരും മുന്നിലെത്തുന്നു ഞാനേകനായി. തൊലിത്തിണ്ണ വാഴുന്ന തിരു
തീർത്ഥങ്ങൾ കിട്ടിയിട്ടുള്ളത് അത് ഉപയോഗിച്ച് പൂജ നടത്തുക. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം പത്മനാഭം സുരേശം വിശ്വാകാരം വിശ്വാകാരം ഗഗനസദൃശം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം ലക്ഷ്മീകാന്തം കമലനയനം കമലനയനം യോഗിഭിർധ്യാനഗമ്യം യോഗിഭിർധ്യാനഗമ്യം വിഷ്ണും വന്ദേ വിഷ്ണും വന്ദേ ഭവഭയകരം ഭവഭയകരം സർവലോകൈകനാഥം സർവലോകൈകനാഥം. അപ്പോൾ പുഷ്പം ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇലയിൽ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ മുന്നിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിലേക്ക് പുഷ്പം അർച്ചിക്കാവുന്നതാണ്. തുളസിയില ശ്രീ അച്യുതായ നമഃ. ഓം ശ്രീ അച്യുതായ നമഃ. ഓം അതീന്ദ്രായ നമഃ. ഓം ശ്രീ അച്യുതായ നമഃ. ഓം അനാദിനിധനായ നമഃ. ഓം ശ്രീ അച്യുതായ നമഃ. എല്ലാവരും ശ്രീ മഹാവിഷ്ണു നമഃ എന്ന് പറഞ്ഞാൽ മതി. ഓം അനിരുദ്ധായ നമഃ. ഓം മഹാവിഷ്ണുവേ നമഃ. ഓം അമൃതായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം അരവിന്ദായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം അശ്വത്ഥായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ആദിദേവായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ആനന്ദായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഈശ്വരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഉപേന്ദ്രായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഏകസ്മൈ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഓജസ്സേ ജ്യോതിധരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഓജസ്സേ ജ്യോതിദ്യുതിരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം കുമുദായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം കൃതജ്ഞായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം കേശവായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ക്ഷേത്രജ്ഞായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഗദാധരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ ഓം ഗരുഡധ്വജായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഗോപതയേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഗോവിന്ദായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ഗോവിദാംബതയേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ചതുർഭുജായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ചതുർവ്യൂഹായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ജ്യേഷ്ഠായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ജ്യോതിരാദിത്യായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം ജ്യോതിഷേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം താരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം
ദമനായ നമഃ. ഓം ദാമോദരായ നമഃ. ഓം ദീപ്തമൂർത്തയേ നമഃ. ഓം ദുസ്വപ്നനാശനായ നമഃ. ഓം ദേവകീനന്ദനായ നമഃ. ഓം ധനഞ്ജനായ നമഃ. ഓം നന്ദിനേ നമഃ. ഓം നാരായണായ നമഃ. ഓം നരസിംഹവപുഷേ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം പത്മിനേ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം പവിത്രായ നമഃ. ഓം പ്രത്യുജ്ഞായ നമഃ. ഓം പ്രണവായ നമഃ. ഓം പുരന്ദരായ നമഃ. ഓം പുരുഷായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം ബൃഹദ്രൂപായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ഭഗവതേ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാമായായ നമഃ. ഓം മാധവായ നമഃ. ഓം മുക്താനാം പരമാഗതയേ നമഃ. ഓം മുകുന്ദായ നമഃ. ഓം യജ്ഞഗുഹ്യായ നമഃ. ഓം യജ്ഞപതയേ നമഃ. ഓം യജ്ഞാജ്ഞായ നമഃ. ഓം യജ്ഞായ നമഃ. ഓം രാമായ നമഃ. ഓം ലക്ഷ്മീപതേ നമഃ. ഓം ലോകാധ്യക്ഷായ നമഃ. ഓം ലോഹിതാക്ഷായ നമഃ. ഓം വരദായ നമഃ. ഓം വർദ്ധനായ നമഃ. ഓം വരാരോഹായ നമഃ. ഓം വസുപ്രദായ നമഃ. ഓം വസുമനസേ നമഃ. ഓം വ്യക്തിരൂപായ നമഃ. ഓം വാമനായ നമഃ. ഓം വായുവാഹനായ നമഃ. ഓം വിക്രമായ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം വിക്ഷസേനായ നമഃ. ഓം വൃഷോദരായ നമഃ. ഓം വേദവിത്തേ നമഃ. ഓം വേദാംഗായ നമഃ. ഓം വേദായ നമഃ. ഓം വൈകുണ്ഠായ നമഃ. ഓം ശരണായ നമഃ. ഓം ശാന്തായ നമഃ. ഓം ശാങ്കധന്യനേ നമഃ. ഓം ശാശ്വതസ്ഥാണവേ നമഃ. ഓം ശിഖണ്ഡിനേ നമഃ. ഓം ശിവായ നമഃ. ഓം ശ്രീകരായ നമഃ. ഓം
ശ്രീനിവാസായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ശുഭാംഗായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ശ്രുതിസാഗരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സംഘർഷണായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സദായോഗിനേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സർവതോമുഖായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സഹസ്രാക്ഷായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സ്കന്ദായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സാക്ഷിണേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സുദർശനായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സുരാനന്ദായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സുലഭായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം സൂക്ഷ്മായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ഹരയേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ ഓം നമഃ. ഹിരണ്യനാഭായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ഋഷികേശായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ലക്ഷ്മീ സമേതായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മനസ്സുകൊണ്ട് ഭഗവാൻ നാരായണങ്കൽ പ്രണമിക്കാവുന്നതാണ്. അടുത്തതായി ശൈവ പൂജയാണ് നടക്കാൻ പോകുന്നത്. ശൈവ പൂജ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇവിടെ മഹാമൃത്യുഞ്ജയ ഹോമത്തോടു കൂടിയുള്ള പൂജയുടെ ഹോമം ഇവിടെ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൂവളത്തിലയും ഭസ്മവും ഉപയോഗിച്ച് ഭഗവാൻ ശിവനെ പൂജിക്കേണ്ടതാണ്. ആർക്കെങ്കിലും കൂവളത്തലയും ഭസ്മവും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സാകുന്ന പൂജാപുഷ്പം കൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പൂജയ്ക്കിരിക്കാത്ത ഭക്തർക്കും കാപ്പുകെട്ടുവാൻ എത്തിയിട്ടുള്ളവര് മനസ്സുകൊണ്ട് ഈ പൂജയിൽ സന്നിഹിതരായിരുന്നാൽ മതി. ആർക്കും താമസിച്ചെത്തിയവര് മനോവ്യഥയുടെ ആവശ്യമില്ല. മനസ്സാകുന്ന പൂജാപുഷ്പങ്ങൾ ഭഗവാൻകൾ സമർപ്പിച്ച് ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് ഈ പൂജയിൽ പങ്കുചേരുക. വന്ദേ ശംഭുമുമാപതിം സുരഗുരും. വന്ദേ ശംഭുമുമാപതിം സുരഗുരും. വന്ദേ ജഗത്കാരണം. വന്ദേ ജഗൽകാരണം. വന്ദേ വന്നകഭൂഷണം മൃഗധരം. വന്ദേ വന്നകഭൂഷണം മൃഗധരം. വന്ദേ പശൂനാം പതിം. വന്ദേ പശൂനാം പതിം. വന്ദേ സൂര്യശശാങ്കവന്നിനയനം. വന്ദേ സൂര്യശശാങ്കവന്യനയനം. വന്ദേ മുകുന്ദപ്രിയം. വന്ദേ മുകുന്ദപ്രിയം. വന്ദേ ഭക്തജനാശ്രയം ച വരദം. വന്ദേ ഭക്തജനാശ്രയം ച വരദം. വന്ദേ ശിവം ശങ്കരം. വന്ദേ ശിവം ശങ്കരം. ഓം നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ.
എല്ലാവരും ഓം മഹേശ്വരായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം സംഭവേ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം പിനാകിനേ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ഗവർദ്ധിനേ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം മഹേശ്വരായ നമഃ. കൈലാസവാസിനേ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം കവചിനേ നമഃ. ഓം മഹേശ്വരായ നമഃ. കഠോരായ നമഃ. ഓം മഹേശ്വരായ നമഃ. ത്രിപുരാന്തകായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം വൃഷാംഗായ നമഃ. ഓം മഹേശ്വരായ നമഃ. വൃഷഭാരൂഢായ നമഃ. ഓം മഹേശ്വരായ നമഃ. ധൂളിത വിഗ്രഹായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം യജ്ഞമയായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം സോമായ നമഃ. ഓം മഹേശ്വരായ നമഃ. പഞ്ചഭദ്രായ നമഃ. ഓം മഹേശ്വരായ നമഃ. സദാശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. വിശ്വേശ്വരായ നമഃ. ഓം മഹേശ്വരായ നമഃ. വീരഭദ്രായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഗണനാഥായ നമഃ. ഓം മഹേശ്വരായ നമഃ. പ്രജാപതയേ നമഃ. ഓം മഹേശ്വരായ നമഃ. ഹിരണ്യരേതസേ നമഃ. ഓം മഹേശ്വരായ നമഃ. ദുർധർഷായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഗിരീശായ
ഓം മഹേശ്വരായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം മഹേശ്വരായ നമഃ. നമ്മൾ നമ്മുടെ പൂജയുടെ സർവശ്രേഷ്ഠമായ ചൈതന്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ശാക്തേയ വിധിപ്രകാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മുടെ പൂജയുടെ ആചാര്യൻ പറഞ്ഞതാണ് എന്താണ് ശാക്തേയം. ഇവിടെ ശ്രീചക്ര പൂജയാണ് നടക്കുന്നത്. അമ്മയുടെ അംഗോപാംഗങ്ങൾ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനെ സംബന്ധിച്ചെല്ലാം വിശദമായി സംസാരിച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയും അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയുവാനുണ്ട്. അപ്പൊ അതറിയുവാൻ നമ്മുടെ ആചാര്യൻ നിങ്ങൾക്കെല്ലാം അത് പറഞ്ഞു തരാൻ സന്നദ്ധനാണ്. അപ്പോൾ ശ്രീചക്രം എന്താണ്, അമ്മയുടെ അംഗോപാംഗങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം നടത്തുന്നതിനുള്ള ക്ലാസ് ഇവിടെ ആരംഭിക്കാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീചക്രം എന്ന മഹാമേരു ഈ സ്ഥാപിച്ചാണ് ഈ പൂജ ആരംഭിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് വളരെ പണ്ഡിത ശ്രേഷ്ഠനായ കോഴിക്കോട് സുരേഷ് പണിക്കർ ഇവിടെ എത്തി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയുണ്ടായി. ആ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഇവിടെ ത്രിഗുണാത്മികയായ പരാശക്തി ഭദ്രാവിധാനത്തിൽ കുടികൊള്ളുകയാണ് എന്നാണ്. ത്രിഗുണാത്മികയായ പരാശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സത്വരജ തമോ ഗുണങ്ങളോടുകൂടിയ ശക്തിയാണ്. ഇവിടെ ആ പ്രശ്നത്തിൽ തന്നെ പറയുകയുണ്ടായി, ഈ ത്രിഗുണാത്മികയായ പരാശക്തി ആയതുകൊണ്ട് മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്ന 3 ഭാവത്തിലാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത്. വളരെ ശക്തിവിശേഷമായ ഒരു ചൈതന്യ വിഗ്രഹമാണ് ഇവിടെ കുടികൊള്ളുന്നതെന്നും ഇവിടെ വിദ്യക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അതനുസരിച്ച് ഇവിടെ എത്തി വിദ്യാർത്ഥികൾ ഭജിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂകാംബികാ ദർശനം നടത്തുന്നതിന് തുല്യമാണ് ഇവിടുത്തെ ശക്തി വിശേഷം എന്നാണ് ആ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ 3 രൂപങ്ങളും ഒരേ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രം എനിക്ക് തോന്നുന്നത് അത് മൂകാംബിക മാത്രമാണ് എന്നാണ്. അതായത് മഹാസരസ്വതിയും മഹാലക്ഷ്മിയും മഹാകാളിയും ഒരേ വിഗ്രഹത്തിലാണ് മൂകാംബികയിലും കുടികൊള്ളുന്നത്. ആ മഹാസരസ്വതി ഭാവത്തിലാണ് മൂകാംബികയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ ഭദ്രാവിധാനത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നാണ് തമ്മിലുള്ള അന്തരം. അപ്പോൾ അദ്ദേഹം അറിയിച്ചതനുസരിച്ച് ഇവിടെ ദേവിക്ക് തച്ച് ശാസ്ത്രവിധി പ്രകാരം കമനീയമായ ക്ഷേത്ര നിർമ്മിതി വേണമെന്ന് അറിയിച്ചതനുസരിച്ച് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത്രയും ശ്രേഷ്ഠകരമായ ദേവിക്ക്
കുടികൊള്ളുവാനുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പങ്കാളികളാകണം. നിങ്ങളെല്ലാവരും ഒരു തുട്ടുകളെങ്കിലും അമ്മയ്ക്ക് സമർപ്പിച്ച് ആ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളാകണം എന്നുകൂടി അറിയിക്കുകയാണ്. തച്ചുശാസ്ത്ര വിധിപ്രകാരത്തിന്റെ പരമോന്നത രൂപമായ ശാലകൂട മാതൃകയിലാണ് ഇവിടെ ക്ഷേത്ര നിർമ്മിതി ആരംഭിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം.